ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഡെയിലി ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത്. എനിക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, നമുക്ക് കണ്ടൻറ്റ് മാറ്റി പിടിക്കാം. ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ അത് ഇടാനില്ല ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. ഞാനിങ്ങനെ പുറത്തേക്ക് പോയ സമയത്ത് ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇടാനില്ല ഒരു മൈൻഡ് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ കുറേ കുറവുകളുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ കളിയാക്കലൊന്നും എനിക്ക് അധികം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ കളിയാക്കലൊക്കെ താങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെന്നൊക്കെയുള്ള മൈൻഡ് കുറേ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആരൊന്നും പറയാണ്ട്, ആരോടൊന്നും സംസാരിക്കാണ്ട്, എതിർത്തൊന്നും പറയാണ്ട് അങ്ങനെയൊക്കെ പോകണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മെനു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് സ്കൂളിലേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ രാവിലെ തന്നെ വറവ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ പരിപ്പും മുരിങ്ങക്കോലും വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട്, ചോറ് ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഡെയിലി എവിടേക്കെങ്കിലും പോകും ഞാൻ. അതായത് ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഉപ്പാൻ്റെ കൂടെ പോകും, ചില ദിവസം ഉമ്മാൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിനും പോകും, അല്ലെങ്കിൽ ഇത്താത്തൻ്റെ കൂടെ പോകും. അപ്പോൾ ഓരോ ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഞാൻ ആദ്യം റാജിക്കാനോട് പറയും, ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ റാജിക്കാനോട് നീ വീഡിയോസ് എടുത്ത് പറഞ്ഞാൽ എന്താ ഇടാത്തേ? അപ്പോൾ ഞാൻ പറയാം, അതിടാൻ എനിക്ക് തോന്നുന്നില്ല, ഞാനിങ്ങനെ ക്യാമറ പൊക്കി പിടിച്ചിട്ടില്ല, താത്തി പിടിച്ചുകൊണ്ട് തന്നെ മൂക്ക് ശരിക്കും കാണുന്നുണ്ട്, മൂക്കിൻ്റെ ഹോൾസൊക്കെ കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ. അപ്പോൾ അത് ശരിയാവൂല അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഡെയിലി എന്നോട് പറയും, നീ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇടുന്നത് അടുക്കളയിലെ വീഡിയോസ് ആണല്ലോ എന്നറിയും, ആ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമാണല്ലോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോസിൽ എൻ്റെ ചാനലിൽ മുന്നോട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ്, അതായത് മുഖം നോക്കിയിട്ട് ക്യാമറ നോക്കിയിട്ട് സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻറ്റ് വരുന്നില്ല കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഞാൻ എന്തായാലും അങ്ങനെ സംസാരിച്ച് തുടങ്ങും. എനിക്ക് അതിൽ ഭയങ്കര കോൺഫിഡൻറ്റ്. അതുവരെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണമല്ലോ. വെറുതെ ഇങ്ങനെ മടക്കി വെക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശമില്ല. കാരണം ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല കാര്യത്തിൽ ഫുൾ കോൺഫിഡൻസിലാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു 30-40 വ്യൂസ്, അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു 30 എന്നുള്ളത് 300 ആവാം, 3000 ആവാം. അപ്പോൾ അതായിക്കൂടാന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് എന്നോട് ആൾക്കാർ ചോദിക്കും, ആകെ ഇത്രയും വ്യൂസ് ഇല്ലു, വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇത്രയും വ്യൂസ് ഇല്ലു, പക്ഷെ അതെനിക്കിങ്ങനെ ഒന്നും ഇടാണ്ടിരിക്കുന്നതും കുറച്ചൊക്കെ ഇട്ടിട്ട് പോണതിലും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, ഞാൻ വിചാരിക്കും, എന്താ പറയുക, ഇത്ര വ്യൂസ് മതി, ഇങ്ങനെ വ്യൂസ് ഉണ്ടായാലേ അത് നാളെ കൂടാതിരിക്കാം, ചിലപ്പോൾ കുറയാം, പ്രശ്നമില്ല. എന്തായാലും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മുന്നേ ഡെയിലി ഷോർട്ട് ഇടുമായിരുന്നു, ഷോർട്സ് വീഡിയോസ് ഇങ്ങനെ ഇടുമായിരുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും അത്ര സ്മൂത്തായിട്ട് പോകണ്ടായിട്ടില്ല. ഷോർട്സിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, അതുപോലെ തന്നെ വാച്ച് ഓവർ ഒന്നും കൂടുന്നുണ്ടായിട്ടില്ല. അത്ര 1000-ൽ കൂടുതലായിട്ടില്ല ഒരു വ്യൂസും ഇപ്പോൾ ആക്ച്വലി എൻ്റെ ഷോർട്സിൽ കുറവാണ്. അപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് എൻ്റെ ചാനൽ. ഞാനൊന്ന് പച്ച പിടിച്ച് വരുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇനി എനിക്കങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനില്ല ഒരു മൂഡും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യണത്. അപ്പോൾ രാവിലെയുള്ള ആ ഒരു കുറച്ച് സമയത്തിൻ്റെ ഇടയിൽ ഈ ഒരു വീഡിയോ നോക്കണം, അതുപോലെ തന്നെ മോളെ മദ്രസയിൽ കൂട്ടാനും പോകണം, മോളെ റെഡിയാക്കിയും വേണം, തിരിച്ചു വന്ന് ഫുഡും കൊടുക്കണം, ഫുഡും പ്രിപ്പയർ ചെയ്യണം, എല്ലാം കൂടെ എന്താ പറയുക, കുറച്ച് അതാബുണ്ട്. പക്ഷേ ആ അതാബ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യം എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര അതാബായിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെ ഡെയിലി എല്ലാ ആൾക്കാരും ഇങ്ങനെ പറയും, ഇത്രയിലെ വ്യൂസിൽ എന്തിനാ ഇങ്ങനെ വെറുതെ മെനക്കെട്ടിട്ട് വല്ല കാര്യം ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇത്ര വ്യൂസ് മതി, ഇത്ര വ്യൂസ് മതി എന്നല്ല, ഈ ഒരു വ്യൂസ് എന്നും പോകും. അപ്പോൾ 30 എന്നുള്ളത് 300 ആവാം, 1000 ആവാം, 30 ലക്ഷം ആവാം, അല്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഒരാഗ്രഹങ്ങളാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളിലൂടെയാണല്ലോ നമ്മൾ പോണത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു താഴ്ച ഉണ്ടായാലും ഒരു ഉയർച്ച ഉണ്ടാവും എന്നാണല്ലോ. അപ്പോൾ പിന്നെ അതുപോലെയാണ്, ആ ഒരു മൈൻഡിലൂടെയാണ് പോണത്. ഡെയിലി ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോക്കുണ്ട്. ഓരോ ദിവസങ്ങളിൽ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ടാവും, എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടൂല. എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ വീഡിയോ സ്കിപ്പ് ആവലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് റാജിക്ക് വീഡിയോ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇത്ര ദിവസം സ്കിപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. മൂപ്പരാണ് കേട്ടോ, മൂപ്പര് ഫുൾ സപ്പോർട്ടാണ്. ആളുടെ എന്താ പറയുക, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തോ പറയും. അതായത് ആൾക്കൊരു ഇഷ്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ
അതിൽ കൂടുതലായിട്ടല്ല, പക്ഷേ ആൾക്കൊരു വിശ്വാസമുണ്ട് എന്നിൽ എന്തെങ്കിലുമായിട്ട് സെറ്റ് ആവുന്നില്ല, ഒരു വിശ്വാസം മൂപ്പർക്കുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യാറുമുണ്ട്. ഇങ്ങനെ സംഭവിച്ചിട്ട് ഇങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ റാസിക്കായിരിക്കും കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അങ്ങനെ നമ്മളുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മളുടെ ഫുഡൊക്കെ ഏകദേശം ഇവിടെ പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സ്നാക്സ് ഞാൻ ഫ്രൂട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല. മോൾക്ക് ഈ ഒരു പഴം ആയാലും അതുപോലെ തന്നെ മുട്ട ആയാലും അതൊന്നും ഉള്ളിലേക്ക് തീരെ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും പഴം വാട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നോക്കിയാലും ആൾക്ക് ഓരോ കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകുന്നതല്ല, ദേഷ്യം പിടിച്ചിട്ടായിരുന്നു ഇന്ന് സ്നാക്സ് കൊണ്ടുപോയിട്ടുണ്ടായത്. പക്ഷേ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായി പോകുന്നു. കാരണം ഒരു മുട്ടയോ ഒരു പഴമോ ഒന്നും അവൾ കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി ഇത് സ്കൂളിൽ നിന്ന് എന്തായാലും കഴിക്കുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ചില ദിവസങ്ങളിൽ ചോറൊക്കെ ഇത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മടിയാവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും സ്നാക്സ് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് 2-3 ദിവസം ഞാൻ ബ്രെഡ് വാട്ടിയത് അതുപോലെ തന്നെ പഴം വാട്ടിയത് പിന്നെയും ബ്രെഡ് വാട്ടിയതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കരഞ്ഞ് കുഴപ്പമാക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രൂട്ട്സ് ആയിരുന്നു കൊടുത്തത്. അതായത് ഈ വീഡിയോ എടുത്ത് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട്സ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായത്. പിന്നെയും ഞാനിങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്ന ദിവസം ആൾക്ക് ഒരു മൂഡും ഉണ്ടായിട്ടില്ല, ഫുള്ള് ദേഷ്യത്തിലായിരുന്നു ഉണ്ടായത്. കുഴപ്പമില്ല, അവൾ ദേഷ്യപ്പെട്ടാലും ഇത് വയറ്റിലെത്തിയാലും ഒരു സമാധാനമാണെന്നില്ലേൽ ഞാൻ എന്താക്കി ഞാൻ ഇതന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചതാണ്. ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞേ. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്നൊക്കെ കൊടുക്കണമെങ്കിൽ ഒരുപാട് ഒച്ചയെടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ ഇതാണ് ഏറ്റവും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഒരു ചോറും കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനമാണ്. കാരണം വലിയൊരു പണി തീർന്നെന്നില്ല ഒരു മൈൻഡാണ് എനിക്ക്. ചില ദിവസങ്ങളിൽ എല്ലാ ഐറ്റംസും ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ കറി എടുത്തു വെക്കുമല്ലോ, അപ്പോൾ അതെനിക്ക് വലിയൊരു സമാധാനമാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് രാവിലത്തെ ആ ഒരു റഷിൻ്റെ ഇടയിൽ ഒരു കറി നമുക്ക് ഉണ്ടാക്കാണ്ട് അതുണ്ട് എന്ന് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, വറവൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കും. കറിയാണ് മെയിനായിട്ട്. ഇപ്പോൾ ചോറും ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഇപ്പോൾ നാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് രാവിലത്തെ ചോറും കറി ആക്കുന്നതിൻ്റെ ഇടയിൽ നാസ്ത ഉണ്ടാക്കണം. അപ്പോൾ അത് രാത്രിയിലത്തെ അപ്പം ഉണ്ടെങ്കിൽ അത് ഞാൻ ചൂടാക്കിയിട്ട് കൊടുക്കും. വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കിയും വേണ്ട, എല്ലാം ഒപ്പിച്ചിട്ട് അങ്ങനെ തിന്നാന്നില്ല ഒരു മൈൻഡാണ്. കാരണം എല്ലാം കൂടെ ആക്കണമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് ഇതാണല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം, അത് വേസ്റ്റാക്കി കളയാനും വേണ്ടാന്ന് ഞാൻ ഉമ്മാനോട് പറയും. നമുക്കത് കഴിക്കാമെന്നില്ല മൈൻഡ് ഞാൻ അങ്ങോട്ട് തന്നെ പറയും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടൊന്നും കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.